അപ്പോൾ അതാ നമുക്ക് റെയിൽവേ ഗേറ്റ് കിട്ടി. റെയിൽവേ ഗേറ്റ് അടച്ചു, കറക്റ്റ് ടൈമിങ്ങിന് അടച്ചത്. അപ്പോൾ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ അങ്ങോട്ട് പാസ് ചെയ്യണ കാരണം എപ്പോഴും അടയ്ക്കണ ഗേറ്റും കൂടി അത്. നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം നിൽക്കണം. ഒറ്റപ്പാലം സെൻറ്ററാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി മങ്കരയ്ക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ റോഡിനോട് കൂടി സൈഡിങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമൊക്കെ കാണാൻ. കുറേ കാട് പിടിച്ച് കിടക്കുകയാണ്. പാലത്തിൻ്റെ കുറച്ച് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഒരു പാടമാണ് അവിടെ ഉള്ളത്. നല്ല പച്ചപ്പാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് മങ്കരയിലേക്ക്. മങ്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് യാത്ര. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ കയറിയേക്കാണ്. അപ്പോൾ ഒന്ന് റിലാക്സാണ്. കുറേ ഇപ്പോൾ മഴയുടെ ഒക്കെ ചെറിയ ലക്ഷണം ഉണ്ട്. എത്തുമെന്ന് അറിയില്ല. പെട്ടെന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് ഇറങ്ങണം. റോഡിലാണെങ്കിൽ നല്ല തിരക്കാണ്. ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്, ഹൃദയാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ട്. നൈസ് നായകനായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പം നമ്മൾ ചെനക്കത്തൂരാണ് വന്ന് നിൽക്കണത് കേട്ടോ. അപ്പോൾ മങ്കരയ്ക്കുള്ള യാത്രയാണ്. അപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം നല്ല അടിപൊളി ഉത്സവമാണ്. ഒരു 10 ദിവസം പരിപാടിയൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് ചെനക്കത്തൂർ ക്ഷേത്രം. അവിടെ ഒരു ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്, കൈലാസനാഥൻ ഡാൻസ് സ്കൂളെന്ന് തോന്നുന്നത്. മ്യൂസിക് ക്ലാസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മങ്കര ആ സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു രണ്ടും കൂടിയ ജംഗ്ഷനുണ്ട്, റൈറ്റും ഉണ്ട് സ്ട്രൈറ്റും ഉണ്ട്. ഇവിടെ നിന്നാണ് എവിടേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ മങ്കരയിൽ ഭഗവതി ടീ സ്റ്റാൾ ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി പോകണമല്ല, കാറ് പോകണമല്ല, ആ വഴി നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ മങ്കര റെയിൽവേ സ്റ്റേഷനിലുള്ള റോഡ് ഇവിടെ അടുത്ത് തന്നെ ആയി. ഒരു ചെറിയൊരു സെൻറ്റർ നമ്മളിന്നലെ യാത്ര തിരിക്കുകയായി. ഇപ്പം നമ്മൾ മങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ മങ്കര റെയിൽവേ സ്റ്റേഷൻ ബോർഡൊക്കെ ഉണ്ടല്ലേ. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നല്ല രസമുള്ള വീടാണ് കേട്ടോ. അതുപോലൊക്കെ ഒരു പഴയ ട്രഡീഷണൽ പോലത്തെ വീടുകളൊക്കെ ഇവിടെ മൊത്തം അങ്ങനെ കാണാൻ പറ്റുക. കണ്ട ഈ വീടൊക്കെ ഉണ്ട്, ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കണം കേട്ടോ. വീട് ഫ്ലാറ്റ് വാടകയ്ക്ക്. ഒരു നമ്പറൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ വീടാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വഴിയിൽ നിൽക്കുന്നത്, വണ്ടി അവിടെ സൈഡിൽ വെച്ചേക്കാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഉൾവഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ അവിടേക്ക് പോയാലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം ഗായ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് മങ്കര സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇതൊരു ചെറിയൊരു സിനിമ ലൊക്കേഷനും കൂടിയാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോവാം. കടക്കുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഓടാണ് മേലെ. ആകെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ? 2 മാത്രമേ ഉള്ളൂ ഇവിടെ. ഹായ്, മിഥുൻ എൻ്റെ പേര്. സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. വിശ്രമ സ്ഥലം. ആരും ഇല്ല കേട്ടോ അവിടെ. ശൂന്യം. കുടിക്കാൻ വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടടാ. അപ്പോൾ ഇതാണ് ആ സ്ഥലം, മങ്കര റെയിൽവേ സ്റ്റേഷൻ. നല്ലൊരു വെറൈറ്റി സ്ഥലം തന്നെയാണത്. ബദാമിലൊക്കെ ആയിട്ട്. ഇല്ല, ഒരെണ്ണം ഉള്ളൂടാ. ഒരു സിനിമയുള്ളൂ. ഉണ്ടാവും, നമുക്ക് അറിയില്ല. നമുക്ക് ഒരെണ്ണം തന്നെ അറിയുള്ളൂ. അവിടെയൊക്കെ കുറേ വാഴ വീണും മരങ്ങൾ വീണൊക്കെ കിടക്കുന്നുണ്ട്. വെള്ളം ഉണ്ടല്ലേ? ആ വെള്ളം ഭാഗ്യം. സ്മെല്ലുണ്ടാവില്ലേ? ഇപ്പോൾ അന്തരീക്ഷം കണ്ടില്ലേ, നല്ലൊരു മഴയുടെ ഒരു ഇത് വരുന്നുണ്ട്. അത് കാരണം നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ചൂടിൽ നിന്ന് മഴയിലേക്ക് എത്തിയപ്പോൾ വേറൊരു ഫീലിംഗാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ. അപ്പോൾ ഈ സിനിമയിലെ മോഹൻലാലും മാമുക്കോയും നടന്നു വരുന്ന ഒരു വഴി ഇതിലൂടെയാണ്. മോഹൻലാലും മാമുക്കോയും വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അവിടേക്ക് പോകും. അവിടെ ഒരു ചെറിയൊരു ഇരിക്കണ ഒരു റെഡ് കണ്ടില്ലേ, റെഡ് കളറിലുള്ള, അവിടെയാണ് സംഭവം. അവിടെ മോനിങ്ങനെ ഇരിക്കുകയുണ്ടാവും. എന്ന് വെച്ചാൽ
മടങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേഷനോട് വന്നത് ഇപ്പോൾ ട്രെയിൻ കാത്ത് നിൽക്കും. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് മോനെ കണ്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ മോനാന്ന് പറയണ ഒരു സീനാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ സീനാണ് ഇവിടെ ഉള്ളത്. അവിടെ ഇരുന്നു അല്ലേ, കൂട്ടിന് 2 കൂട്ടുകാരെയും കിട്ടി. നല്ല കുട്ടികളല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നായകളൊക്കെ. പക്ഷെ നിന്നെ കൊണ്ടുപോകാനൊന്നും പറ്റുള്ളൂ എനിക്ക്. നല്ല ഉറക്കാ. അതിന് എണീറ്റ് പേടിച്ച് വരും കേട്ടോ. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇത്ര മനുഷ്യന്മാരെ നിറഞ്ഞപ്പോൾ ഉറക്കായി. നല്ല രസമുണ്ട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ. പക്ഷെ ഓടൊക്കെ കണ്ടില്ലേ, എന്ന് വെച്ചാൽ മരമൊക്കെ മാറ്റി നമ്മൾ ഒരു ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ ഇട്ട് ഇതാണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടാണ്. പഴയ ട്രഡീഷണൽ ഓർമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു പുരാവസ്തു പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ആൾക്കാരില്ല, ഒന്നുമില്ല. ഇവിടെ ട്രെയിനിൻ്റെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രെയിനിൻ്റെ സമയമാണ് ഷൊർണൂർ കോയമ്പത്തൂർ പാലക്കാട് നിലമ്പൂർ അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡ്. ഒരു സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന സ്റ്റേഷനാണ്. വലിയ ഒരു മാവ് ഉണ്ടായിരുന്നു കണ്ടില്ലേ, ചെറിയ ആകാശമില്ല, ചെറിയ ചെറിയ ചെടികൾ, തുളസി, മാവ് കണ്ട. അതിൻ്റെ അടിയിൽ കൂടെ വേറെ വളരാൻ തോന്നുന്നു കേട്ടോ. ഇതാ അന്തരീക്ഷം മാറിയിട്ടോ, മഴയുടെ നല്ല സാധ്യത തെളിയുന്നുണ്ട്. മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങി കണ്ടില്ലേ, ചെറുതായി പൊടിഞ്ഞു തുടങ്ങി. കയറിക്കാം, മഴ ഒന്നല്ലട മോനെ. പഴയൊരു കസേര കുറച്ച് പൊളിഞ്ഞുണ്ട്, വെട്ടുകല്ലാട്ടോ. നല്ല ഭംഗിയുള്ള വെട്ടുകല്ലാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ മഴ പെയ്യുമെന്ന് കരുതി മഴ പെയ്തില്ല, എന്തൊരു ഭാഗ്യം. എന്തൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു സ്ഥലം. അപ്പോൾ ഒന്ന് മങ്കരയ്ക്ക് വന്നേക്കാണ് ഞങ്ങളിവിടെ. മങ്കര മീശമാധവൻ ലൊക്കേഷൻ കൂടിയാണ്. പല സിനിമകളുടെ ലൊക്കേഷനാണ് ഈ മങ്കര ഭാഗം. അപ്പോൾ ഒന്നും നമ്മുടെ വീഡിയോ എടുക്കൽ മങ്കര, പാലക്കാട് മങ്കരയ്ക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ മങ്കരയിൽ ഇപ്പോൾ നിൽക്കണം. പിന്നെ ഇവിടെ മൊത്തം ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സ്നേഹ വീടിൻ്റെ ഈ ചെറിയൊരു ലൊക്കേഷൻ ഇവിടെ കഴിഞ്ഞു. നമ്മളടുത്ത് വേറെ ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ, ബായ്.